മുംബൈ നഗരസഭയിലെ BJP വിജയത്തിന് പിന്നിൽ ഏക്നാഥ് ഷിൻഡെയുടെ രാഷ്ട്രീയ നീക്കങ്ങളെന്ന ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. ഷിൻഡെ പാർട്ടിയെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ മുംബൈക്ക് ഒരു BJP മേയറെ കാണാനാകുമായിരുന്നില്ലെന്നും റാവത്ത് ആരോപിച്ചു. BMC ഫലത്തിന് പിന്നാലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വാക്കുപോരുകൾ രൂക്ഷമായിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പാർട്ടിയെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ മുംബൈ നഗരത്തിൽ ഒരു BJP മേയറെ കാണാനാകുമായിരുന്നില്ലെന്ന് ശിവസേന UBT നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. मैंने कहा ना कि हमारे पार्टी में जयचंद बनाकर आपने शिवसेना तोड़कर पहली बार मुंबई में आपका मेयर बिठाने का सपना आपने पूरा किया है. വഞ്ചനയുടെ പേരിൽ ചരിത്രത്തിൽ നിന്ദിക്കപ്പെട്ട ജയചന്ദുമായി ഷിൻഡെ ഉപമിച്ചായിരുന്നു റാവത്തിന്റെ രൂക്ഷ വിമർശനം. മറാഠി ജനത ഷിൻഡെയെ ജയചന്ദ് എന്ന പേരിലായിരിക്കും ഓർക്കുകയെന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു. 2022 39 MLA-മാരോടൊപ്പം പാർട്ടി നേതൃത്വത്തിനെതിരെ ഷിൻഡെ നടത്തിയ വിമത നീക്കമാണ് ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ പതനത്തിന് വഴിവെച്ചതെന്നും ഇതിലൂടെ ശിവസേനയെ വഞ്ചിച്ചുവെന്നുമാണ് സഞ്ജയ് റാവത്തിന്റെ ആരോപണം. വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച BMC തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP 89 സീറ്റുകൾ നേടി. സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് 29 സീറ്റുകൾ ലഭിച്ചു. 227 അംഗ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇരു പാർട്ടികളും ചേർന്ന് പകുതി സീറ്റുകൾ പിന്നിട്ടു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടത്തിയ ക്രമക്കേടുകളാണ് തോൽവിക്ക് കാരണമായതെന്ന് സഞ്ജയ് റാവത്ത് പരാതിപ്പെട്ടു. 1997 മുതൽ 2022 വരെ അവിഭക്ത ശിവസേനയാണ് മുംബൈ നഗരസഭ ഭരിച്ചിരുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.